ടോണേ പിടിച്ചോ. താങ്ക് യു മുതലാളി. മുതലാളി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പിന്നെ എങ്ങനെ സന്തോഷിക്കായിരിക്കും? നാളെ എന്റെ മകളുടെ കല്യാണമല്ലേ, എന്റെ ഒരേ ഒരു മകൾ റേയുടെ കല്യാണം. മാത്രമല്ല ഇന്ന് റിസപ്ഷൻ. ഈ നാട്ടിലുള്ള ഓരോ കോടീശ്വരന്മാരും എന്റെ വീട്ടിലെ ഈ റിസപ്ഷനിൽ വന്നത് ചിക്കൻ കാലി കടിച്ചു വലിക്കുന്നത് ഞാൻ കാണും. മുതലാളി പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? അംബാനി വന്നില്ല? വന്നു, ഞാൻ വെൽക്കം ഡ്രിങ്ക് കൊടുത്തു, കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ വന്നില്ല? ഫാമിലി ആയിട്ടല്ലേ വന്നത്, വെൽക്കം ഡ്രിങ്ക് കൊടുത്തു, അവിടെ കൊണ്ടിരുത്തി. യേശുദാസ് വന്നില്ല? വെൽക്കം ഡ്രിങ്ക് കൊടുത്തു, അവിടെ കൊണ്ടിരുത്തി. ഞാൻ വിളിക്കാത്ത യേശുദാസിന് എങ്ങനെ നിങ്ങൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്കും? പറയുമ്പോ ഒരു ഫ്ലോയിൽ എല്ലാം അങ്ങ് പറയരുത്. ഞാൻ വിളിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ കൊടുക്കും? അത് ശരിയാണ്, വിളിച്ചവരെ പറയും. അമിതാഭ് ബച്ചൻ വന്നായിരുന്നു സാർ, എന്നിട്ട് പക്ഷെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഗേറ്റിന് വെളിയിൽ നിൽക്കുവാണ്. അതെന്ത് പറ്റി? ഞാൻ ഇന്നലെ പറഞ്ഞാണ് ആർത്തിന് ഇത്തിലൂടെ പൊക്കം മേളിലോട്ട് കൂട്ടണമെന്ന് പറഞ്ഞായിരുന്നു. സാറ് വന്നു, നേരെ തലയും കടിച്ചു, വിക്ക് ഇപ്പോഴും മേളിലിരിക്കുവാണ്. അതിന്റെ വഴക്ക് അവിടെ നടന്നോണ്ടിരിക്കുവാണ്. ആണല്ലേ? ബാക്കിയുള്ളവർക്കുള്ള ഫുഡെല്ലാം ഓക്കെ അല്ലേ? ഫുഡെല്ലാം ഓക്കെയാണ് സാർ, പിന്നെ പക്ഷെ ഒരു ഇഷ്യൂ ആണുള്ളത്. ഇത് എന്താണ് ടോണി? ഇത് എന്താണ് ടോണി? കാറ്ററിംഗ് സർവീസിനെ എല്ലാം ഏൽപ്പിച്ചതല്ലേ? അതെ. ഇത്രയും ആൾക്കാർ ഉണ്ട് കഴിയുമ്പോ ഒരു ടിഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാവും അവിടെ? അംബാനിയൊക്കെ ചിക്കൻ തിന്നിട്ട് കോട്ടി തുടക്കേണ്ടി വരില്ലേ? അയ്യോ, ഒരു ടിഷ്യൂ ആണുള്ളതെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഒരു ഇഷ്യൂ ആണുള്ളതെന്നാ പറഞ്ഞത്. ഒരു ഇഷ്യൂ? അതായത് സംഭവം വേറൊന്നുമല്ല, സാറിന്റെ മോണാണല്ലോ റിയ. അതിനെന്തിനാണ് കാലിങ്ങനെ വളച്ചു വെക്കേണ്ട കാര്യം? 100% ഉറപ്പിച്ച് പറയാൻ എന്റെ മകളാണ് റിയ എന്നുള്ള. കാല് വളച്ചു നേരത്തെ അവളെ എന്ന് പറഞ്ഞേ. സാറിന്റെ മോളാണല്ലോ റിയ, അത് ക്ലിയർ. പറഞ്ഞു. അപ്പൊ റിയ മാഡത്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അതായത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മോൾ സാറാ മാഡം. അപ്പൊ സാറാ മാഡത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹം. നല്ല കാര്യമല്ലേ? അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ ഫിലോഡൽഫിയയിൽ നിന്നും നമ്മുടെ ഗുലാബ് ജാമീൻ വരുത്തി. ആണോ? ഗുലാബ് ജാമീൻ വെച്ചപ്പോഴാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? ഗുലാബ് ജാമീൻ സാറിന്റെ മരുമോനാകാൻ പോകുന്ന ആളുണ്ടല്ലോ, ഫെഡറിക് ഫ്രെഡി വന്നിട്ട് നേരെ ഈ ഗുലാബ് ജാമീൻ ഒരെണ്ണം എടുത്ത് അങ്ങ് കഴിച്ച്. അതിലെന്താ ഇത്ര വിഷയം? ഒരു ഗുലാബ് ജാമീൻ കഴിച്ചാൽ എന്താ വിഷയം? അല്ല, ഒരു ഗുലാബ് ജാമീൻ കഴിച്ച കുഴപ്പമൊന്നുമില്ല. അത് കഴിച്ചിട്ട് ആ കൊച്ചിന് കൊടുക്കാൻ പറ്റരുത് 7 ഗുലാബ് ജാമീൻ വാരിയെടുത്ത് പോക്കറ്റിട്ട് കഴിച്ചപ്പോ ആ കൊച്ചു എന്തോ ചെയ്യും. ഇപ്പൊ എന്താ പറയുന്നത്? കൊച്ചിന് കല്യാണം വേണ്ടെന്നാ പറയണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? റേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ മുമ്പ് മൊത്തം ഞാൻ നാണക്കെട്ടില്ലേ? നിങ്ങൾ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്ന ആളാണ് ഈ വന്നിരിക്കുന്നത്. സംഭവം ശരിയാണ്. ആ കൊച്ചു പറഞ്ഞ ഇപ്പൊ ഈ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ മൈക്ക് എടുത്തോണ്ട് നേരെ കയറിട്ട് ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യം ഇല്ലാന്ന് വിളിച്ചു പറയുന്നാണ് പറയണത്. എന്ത് പറയാനെന്ന് പറ. ഈ ഫെറായിപ്പ് എവിടെയാണ്? ഇതിപ്പോ ഞാനാണ് ഇതിന് കാരണക്കാരൻ. പിന്നെ എന്റെ മുതലാളി ഒരു കഴുപ്പണ കെട്ടവനായിട്ടാണ് അയാളെ പോലെ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരിക്കണം. ഞാൻ കഴുപ്പണ കെട്ടവനോ? നിങ്ങൾ എന്തറിഞ്ഞോണ്ടാണ് സംസാരിക്കുന്നത് ടോണി? നിങ്ങൾ എന്തറിഞ്ഞോണ്ടാണ് സംസാരിക്കുന്നത്? എത്രയോ നല്ല ചെറുക്കന്മാരുണ്ടായിരുന്നു, എത്രയോ നല്ല ചെറുക്കന്മാര്. അവരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണമായിരുന്നു. അല്ലാതെ ഞാൻ പറയട്ടെ, ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചെറുക്കനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും? സാധാ ലോട്ടറിയാണോ അടിച്ചിരിക്കുന്നത് ടോണി? ഇത് ഗൾഫിലെ സൂപ്പർ ലോട്ടോ അടിച്ച ആളായത് അറിയോ? സൂപ്പർ ഓട്ടോ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല, അവരെ കാണാൻ പോലും കൊള്ളത്തില്ല. നിനക്ക് കോമഡി വളരെ കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു. സൂപ്പർ ലോട്ടോ അടിച്ചെന്ന് പറഞ്ഞപ്പോ സൂപ്പർ ഓട്ടോ അടിച്ചെന്ന് പറയുന്നു. അത് പറയേണ്ട കാര്യം എന്താ ഇവിടെ? ഞാൻ പറഞ്ഞിട്ട് എന്തിനാണ് ഈ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ അവന് കെട്ടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? ഉണ്ട്. അവന് സമ്പത്ത് എത്രയെന്നറിയോ? $2500 മില്യൺ ഡോളറാണ്. $2500 അറിയാമോ ആസ്തി? ഇന്ത്യൻ റുപ്പി കൂട്ടി നോക്കൂ. 2500 മില്യൺ ഡോളർ ഇന്ത്യൻ റുപ്പി കൂട്ടി നോക്കൂ ടോണി. 1 മില്യൺ 2 മില്യൺ 3 മില്യൺ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കല്ലല്ലോ ലോട്ടറി അടിച്ചത്, അവനല്ലേ ലോട്ടറി അടിച്ചത്. അപ്പൊ പിന്നെ അവൻ കണക്കൂട്ടിയാ പറയാം, ഞാൻ എന്തിനാണ് കണക്കൂട്ടുന്നത്? ഹലോ ഫ്രാങ്ക്ലിൻ, നാളെ 10:30 കല്യാണം. നിങ്ങളുടെ താമസം ഞാൻ മസ്കറ്റ് ഹോട്ടലിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡ്രൈവർ വന്ന് പിക്ക് ചെയ്യും. 10:30 എത്തിയേക്കണേ. ഓക്കെ ശരി. പപ്പ, ഞാൻ പപ്പയ്ക്ക് വിളിക്കുന്നുണ്ട്. നീ എന്തുവാണ് കാണിച്ചത്? ഞാൻ എന്തോ കാണിച്ചു പപ്പ? സച്ചിൻ ടെണ്ടുൽക്കറെ മകൾക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം എന്നിട്ട് കഴിക്കേണ്ട കാര്യം ഗുലാബ് ജാം എടുത്ത് കഴിക്കേണ്ട കാര്യം എന്തുവാ? കഴിച്ചത് പോട്ടെ, അത് പോക്കറ്റിൽ എടുത്തിട്ടുണ്ട് പോട്ടെ കാര്യമുണ്ട്. അതെന്താ പോക്കറ്റിലെടുത്തിട്ട്? അത് ഗുലാബ് ജാം ആയിരുന്നാ? ഞാൻ വിചാരിച്ചു ചൂട് ഉണ്ണിയപ്പെടുത്ത് വെള്ളത്തിട്ടേക്കുന്നല്ലേ ഞങ്ങൾ. ചൂട് ഉണ്ണിയപ്പം? ഇവന് ഉണ്ണിയപ്പം വേണമെങ്കിൽ ഞാൻ ഒരു ലോഡ് ഇറക്കി കൊടുക്കില്ലായിരുന്നു. നീ എന്തോ ചെയ്തു? നിനക്ക് മാനേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഫെറാറി? ഈ ഗുലാബ് ജാം എടുത്ത് പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഞാൻ ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ ബിരിയാണി കട അണ്ടിപ്പരിപ്പെടുത്താണ്ട് പോക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. എന്റെ അടുത്ത് ആരും ചോദിച്ചില്ലല്ലോ. ആ കേക്കി ഇരുന്ന ചെറിയില്ലേ, ഞാൻ അടുത്ത് പോക്കറ്റ് ഇട്ടു. അതിന്റെ അടുത്ത് ആരും ചോദിച്ചില്ലല്ലോ. ടോണേ, ഈ സഞ്ചരിക്കുന്ന ബേക്കറിയെ ഇന്ന് ഇവിടുന്ന് പാക്ക് ചെയ്തോ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, യഥാർത്ഥത്തിൽ അവന്റെ കോട്ടിൽ 3 പോക്കറ്റ് ആയത് ഭാഗ്യം. ആ കോട്ട് മൊത്തം പോക്കറ്റ് ആയിരുന്നെങ്കിൽ മിക്കവാറും അവൻ കോട്ട് ബൊഫേ നടത്തിയാണ് ഇവിടെ മൊത്തം. അല്ല, ഇത് വലിയ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? ഈ കല്യാണപ്പെടുത്ത വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഗുലാബ് ജാം എടുത്ത് കഴിച്ചതിന് ആ പെങ്ങച്ചിപ്പോ പറയണെന്താ അറിയാമോ മുതലാളുടെ മോള്? എന്തോന്നാ പറയുന്നത്? കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നോ? പിന്നല്ലാതെ അതെന്താ കാര്യം? എടാ ചെന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൊച്ചിനോട് ഒന്ന് മാപ്പ് പറയാൻ നോക്കും. ഞാൻ ചെന്ന് മാപ്പ് പറഞ്ഞപ്പോ എന്നെ നോക്കിയിട്ട് ഒരു ഹും വെച്ച് ഞാൻ അപ്പൊ തന്നെ ഹോ വെച്ചു കൊടുത്തു.
കാരണം എന്നെ പഠിച്ച സാറന്മാർ എന്താ പറഞ്ഞിട്ടുള്ളത്, മേം കർത്താവുമ്പോ ഹും വെച്ച് കഴിഞ്ഞാൽ തുമ്പ് കർത്താവുമ്പോ ഹോ വെച്ച് കൊടുക്കണമെന്ന്. ടോണി എവന്റെ അടുത്ത് പറ ഇവിടെ കിടന്ന് വാ വെക്കലെന്ന്. കോട്ടിട്ടോമാര് കോഴിക്കാലിന് അറിയോ ഇവനെ? മുതലാളി ഞാൻ വേറൊരു കാര്യം പറയാം. മുതലാളിയെ വൺ മിസ്റ്റർ അന്തോണി തിരക്കിയായിരുന്നു. ആര്? അന്തോണി. ആ ലോക്കൽ പേരുള്ള ഒരുത്തനെ എന്നെ തിരക്കിന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നെ തിരക്കിയെന്ന് അന്തോണിയേ അല്ലെന്ന് മുതലാളി. മുതലാളിയായിട്ട് നല്ല പരിചയമുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഏതന്തോണി? ബ്ലഡി 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 നോ പരിചയം. അല്ല മുതലാളി കല്യാണം വിളിച്ചിട്ട് വന്നെന്ന് പറഞ്ഞു. ഏതന്തോണി? ആ കോട്ടിട്ടുണ്ട് നിൽക്കുന്ന അന്തോണി. പെടലെ അദാനി. ആ നിൽക്കുന്ന അദാനിയാണ്. അന്തോണിയാണ് അദാനി. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് എന്നെ പടിയടച്ച് പിണ്ട പെപ്പിക്കാൻ നീ. അല്ല ഈ തിരുവനന്തപുരം എയർപോർട്ടിലെ പടിയടച്ച് പിണ്ടൊക്കെ വെക്കൂ. അതുകൊണ്ട് പോക്കറ്റിലോട്ട് ഇടാനാണ്. ഞാൻ പറയട്ടെ, ഇയാളെ സത്യം പറഞ്ഞ കല്യാണത്തിന് കൊണ്ടുപോട്ടെ. ഞാൻ ഈ പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇവന് ഞാൻ ശ്രദ്ധിച്ചാണ് മുതലാളി. പെണ്ണ് കാണാൻ വന്നപ്പോഴേ എത്ര കമ്പനിയിലുണ്ട്? എത്ര മൾട്ടിനാഷണൽ കമ്പനി? അങ്ങനെയൊന്നും കളിയാക്കരുത്. 4 രാജ്യങ്ങളായിട്ട് 4 മൾട്ടിനാഷണൽ കമ്പനിയുള്ള ഒരു മുതലാളി ഞാൻ. ഇനി ഒരു മൾട്ടിനാഷണൽ കമ്പനി തുടങ്ങാൻ ഒരു രാജ്യത്തെ പിറകെ നടക്കുവാണ്. പക്ഷെ ആ രാജ്യത്തിന്റെ പേര് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ നടത്താത്തത്. അതേത് രാജ്യം? അതാണ് ഈ രാജ്യം. സാൻ ഫ്രാൻസിസ്കോ. നല്ലോണം പറയുന്നുണ്ടല്ലോ. അവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനി നടത്തി നോക്കൂ. നിങ്ങൾ നോക്കൂ. ആദ്യം ഇവിടുത്തെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം, എന്നിട്ടല്ല അവിടെ പോയി കമ്പനി ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത്. മിസ്റ്റർ ടോണി, സാർ നിങ്ങൾക്കൊരു ചുമ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സാർ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞ് പോയിട്ട് ആ മരുന്നിന്റെ പേര് പറഞ്ഞ് അവിടെ നിന്ന് മരുന്ന് മേടിക്കും. ആണല്ലോ. ആണ് സാർ. പക്ഷേ മരുന്നിന്റെ പേര് പറഞ്ഞ് മരുന്ന് മേടിക്കാൻ അറിഞ്ഞൂടാത്ത ഇവൻ ചെയ്യുന്ന എന്തായിരിക്കും അറിയോ? ആ മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിന്ന് ചുമച്ച് കുറച്ച് മരുന്ന് മേടിക്കും. ആ അവസ്ഥയിലുള്ള ഇവൻ ഞാൻ എങ്ങനെ പെൺകൊച്ചിനെ കെട്ടിച്ചു കൊടുക്കും? അല്ല അപ്പൊ അവൻ ഈ ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ പോയി മരുന്ന് മേടിക്കും? മുതലാളി എന്താ ആലോചിക്കുന്നത്? അത് ആലോചിക്കാനേ പറ്റൂ, ഇവിടെ പറയാൻ പറ്റില്ല. അല്ല സംഭവം എന്താണെന്നറിയാം മുതലാളി, ഞാൻ ഇവനെ കണ്ടപ്പോഴേ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇവന് ലോകപരിചയമില്ല. ഇവന് ലോകപരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ഇവനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വില്യം ഷേക്സ്പിയറിന്റെ ഓംലെറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കുട്ടൻചേട്ട തട്ടുകടയിലെ നല്ല ബുൾസേ എടുക്കാണ്. സമയം താമസിച്ചാൽ കിട്ടൂല. എന്ത് വർത്തമാനമാണ് മുതലാളി ഇവർ പറയുന്നത്? ഇവന്റെ വർത്തമാനത്തിന് ഞാൻ പറഞ്ഞ ചിലപ്പോ ഇവർ തല്ലും. മുതലാളി Ferrari? What do you mean? വില്യം ഷേക്സ്പിയറുടെ ഓംലെറ്റ്, കുട്ടൻചേട്ടന്റെ ചായക്കടയിലെ ബുൾസേ, ഇതാ താരതമ്യം ചെയ്യുന്ന വില്യം ഷേക്സ്പിയറുടെ ഓംലെറ്റ് എന്താണെന്നറിയോ? ഇല്ല. ഉള്ളി കൂടുതൽ ഓൺ സൈഡ് അല്ല മുതലാളി, ഉള്ളി കൂടുതൽ ഓൺ സൈഡ്. ഇപ്പൊ രണ്ടിനും ഒരു ചരടി കെട്ടാൻ പോകുന്ന ഇതാണല്ലോ എന്റെ മുതലാളി. മുതലാളി ഇതെന്തോ പറയുന്നത്? ഇവനെ സത്യം പറഞ്ഞാൽ മുതലാളിയുടെ മോളെ കെട്ടിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്താ? ഇവൻ അവിടെ പെണ്ണ് കാണാനായിട്ട് വന്നല്ലോ. പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത് ഇവനൊരു പമ്പര വീട്ടിയാണെന്നുള്ളത്. എന്ത് പറ്റി? പെണ്ണിന്റെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു റിയാന്ന്. അപ്പൊ എന്റെ അടുക്ക ചോദിക്കുവാണ്, ആരെങ്കിലും പെൺകൊച്ചിന് കറിയാന്ന് പേരിടുവോ? കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. കല്യാണത്തിന് 6 മണിക്കൂറേ ഉള്ളൂ. പപ്പ, എന്റെ ജീവിതം എങ്ങനെയാണ് ഞാൻ നടത്തിയെന്നറിയാമോ? എങ്ങനെയാ നിന്റെ ജീവിതം? ഞാൻ അച്ഛനില്ലാതെ പറഞ്ഞ ഒരു കുഞ്ഞാണ്. കഴപ്പണം കേട് കാരണം പുള്ളിക്കാരൻ ഇറങ്ങി ഓടിയതായിരിക്കും വീട്ടിൽ. അതല്ല, ഞാനൊരു ടെസ്റ്റ് ട്യൂബ് ശിശുവായിരുന്നു. എന്നിട്ടാണ് ഒരു ബൾബിന്റെ ബുദ്ധി പോലെ ഇവിടെ കാണിക്കാത്ത നീ? ടെസ്റ്റ് ട്യൂബ് ശിശുവായ നീ ഗുലാബ് ജാം എടുത്ത് തിന്നവനെ. ഞാൻ കുടുംബം നോക്കി എങ്ങനെയാണ് എന്റെ 2 പെങ്ങളെ ഞാൻ കെട്ടിച്ചയച്ചത്. എങ്ങനെ? എന്റെ പെരേഡ് പിടിച്ചാണ് ഞാൻ കെട്ടിച്ചയച്ചത്. അവർക്ക് ശ്രീധരമായിട്ട് എന്റെ 2 പെങ്ങൾക്കും ഞാൻ പെരേഡ് എഴുതി കൊടുത്തു. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എത്ര സെന്റ് ഉണ്ടായിരുന്നു? 6 സെന്റ് പെരേഡ് ഉണ്ടായിരുന്നു. അപ്പൊ അളിയന്മാർക്ക് വേഷ കിട്ടിക്കാണല്ലോ. 2 പേരും മൂടി തിരിച്ചായിരിക്കും 6 സെന്റ് കിടക്കുന്നല്ലേ. 6 സെന്റ് കൊടുത്തിട്ട് ന്യായം പറയുന്നു. ഞാൻ പറഞ്ഞെ, ഇവിടെ എന്തൊക്കെ വിവരക്കേടാണ് നീ കാണിച്ചു വെച്ചത്? ഞാൻ എന്ത് വിവരക്കേട് ഇവിടെ കാണിച്ചു? എന്ത് വിവരക്കേട് കാണിച്ചു വെച്ചത്? എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ. ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവളെ ഇഷ്ടം കിട്ടും. കിട്ടും. ഇത്രയും കോടിയുള്ള എനിക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കും നിസ്സാരം. ഞാൻ ഗിഫ്റ്റ് മേടിച്ച് എന്റെ പെണ്ണ് കൊടുക്കും. എന്തോ ഗിഫ്റ്റ് കൊടുക്കും? ഞാൻ ചൂടായ ഒരു മുട്ട പപ്സ് മേടിച്ചു കൊടുക്കും. മുട്ട പപ്സ്. മിസ്റ്റർ ഫെറാറി, 2 ലക്ഷം രൂപയുടെ മേക്കപ്പാണ് എന്റെ മോളുടെ മുഖത്തിട്ടേക്കുന്നത്. അതെ. അതിൽ 15 രൂപ മുട്ടപ്പപ്സിന്റെ പൊടി വെച്ച് തേക്കേണ്ട കാര്യമുണ്ട്. അതാണ് നിങ്ങളുടെ ഗിഫ്റ്റ്. അതിന്റെ ആവശ്യമുണ്ടോ? എന്റെ ആവശ്യമില്ല. ഈ ബോർമയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളണം. ഈ മുട്ടപ്പപ്സ് ബോർമയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളണം. ഈ ബോർമയെ ഓർമ്മേ പിന്നെ അല്ലാതെ ഈ ബോർമയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ. നേരത്തോട് ഞാൻ സഹിക്കുകയാണ്. ഞാനൊരു കോടീശ്വരനാണ്. നിങ്ങൾ എന്തിനാ കളിയാക്കുന്നത്? നിങ്ങൾ ഭയങ്കര കോടീശ്വരൻ. കുറെ കോട്ടുധാരിയെ കുറെ ഭക്ഷണം വിളമ്പി വെച്ച് കഴിഞ്ഞാൽ കോടീശ്വരനാവും. നിങ്ങളെ കോടീശ്വരനല്ല, നിങ്ങൾ വെറൊരു പുങ്കനാണ്. പുങ്കൻ. എന്താ വിളിച്ചത്? പുങ്കൻ. എന്റെ മുതലാളിയെ പുങ്കനെന്നോ? പാത്രം വീണാൻ തോന്നുന്നു. പാത്രം വീണല്ലേ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു.
എന്റെ മുതലാളിയെ പൊങ്കരുന്നു. ആ. ഈ നിൽക്കുന്ന എന്റെ മുതലാളി ആരാധിക്കറിയോ? ഇല്ല. എന്റെ മുതലാളിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ വർത്താനം പറഞ്ഞത്. എന്റെ മോള് കുഞ്ഞായിരുന്ന സമയത്ത് ടോണി നോ. മുതലാളി, ഞാൻ പറയും മുതലാളിയുടെ സ്നേഹമാണ് മുതലാളി. എന്റെ മോള് കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ മുതലാളിയുടെ മടിയിരുത്തിയാണ് 28 കെട്ട് കെട്ടിയത്. ഓഹോ. എന്റെ മോൾ ഇത്തിരി വളർന്ന് പഠിക്കാറായപ്പോൾ എന്റെ മോളുടെ വിദ്യാഭ്യാസ ചെലവുകൾ മൊത്തം നോക്കിയത് എന്റെ ഈ നിൽക്കുന്ന മുതലാളിയായിരുന്നു. പറയും മുതലാളി, ഞാൻ പറയും മുതലാളി. അതെല്ലാം കഴിഞ്ഞ് എന്റെ മോളിന് ഒരു ജോലി കിട്ടിയ സമയത്ത് എന്റെ മോളെ നേരെ UK കയറ്റി അയച്ച ഒരു ജോലി നേടിക്കൊടുത്തത് ഈ നിൽക്കുന്ന എന്റെ മുതലാളിയാണ്. ടോണി നോ. എന്റെ മോളെ നിങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. കറക്റ്റ് മുതലാളി. അല്ല, മുതലാളിയാണ് പൈസ ശരിയാക്കി തന്നിട്ടുള്ള കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പോയത്. What do you mean, Tony? പറയാം മുതലാളി. What do you mean, Tony? എത്രയൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടും ഒരഹങ്കാരവും കാണിക്കാത്ത ഒരു മനുഷ്യ സ്നേഹിയാണ് എന്റെ മുതലാളി. നിങ്ങൾ താമസിക്കുന്ന ദുബായ് ഉണ്ടല്ലോ, ദുബായിലെ കൂർജ് ഖലീഫ, അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എന്റെ മുതലാളിക്ക് റൂമുണ്ട്. ആ മൊനയിലാ? മൊനയിലല്ല, ഇത് താഴത്തെ റൂം മുതലാളിയുടെ. അതല്ലാതെ ഈ നാട്ടിൽ തന്നെ എത്രയോ സ്വത്തുക്കൾ മുതലാളിക്കുണ്ട്. 45,000 സ്ക്വയർ ഫീറ്റ് വീടാണ് എന്റെ മുതലാളിക്കുള്ളത്. അതിൽ തന്നെ 26 ബെഡ്റൂം, 56 ബാത്റൂം. ഇതിന് ഓടിയത് സാധിക്കാൻ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും 1 കോടി രൂപയുടെ കട്ടിലാണ് എന്റെ മുതലാളി ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. 1 കോടിയുടെ Tony no. പറയും മുതലാളി, ഞാൻ പറയും. എനിക്കത് പറഞ്ഞേ പറ്റൂ. ഇന്നേ വരെ എന്റെ മുതലാളി ആ 1 കോടിയുടെ കട്ടിലിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ മുതലാളി അടുക്കളയിൽ ഒരു ചടച്ചാക്ക് വിരിച്ച് വേലക്കാരി തക്കിമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. What do you mean? അവൻ എന്ന പുങ്കനെന്ന് മാത്രമല്ലടാ വിളിച്ചോളൂ. ആ പുങ്കനെ പൊക്കിയെടുത്ത് നീ എവിടെ കൊണ്ടുപോയി? അടുക്കളയിൽ തങ്കമ്മേനെ കൂടെ ചലച്ചാക്കി കൊണ്ടിട്ട് ഇതിന് നീ മറുപടി പറയണം ടോണി. നിന്റെ 4 തലമുറ എനിക്ക് മറുപടി തരണം. ഈ കുടുംബത്തിന് എനിക്ക് ബന്ധം വേണ്ട. അയ്യേ, ഇങ്ങനെ ഒരു കോടീശ്വരനാ വേലക്കാരോട് കിടന്നുറങ്ങുന്ന കോടീശ്വരൻ. നാണക്കേട്. എനിക്ക് ഈ കുടുംബത്തിന് ബന്ധം വേണ്ട. എനിക്ക് ടോണി, ഈ നാട്ടുകാർ മൊത്തം നോക്കി ഈ കല്യാണം നടക്കൂല. ഇങ്ങനെ അടുക്കളക്കാരി കൂടെ കോടീശ്വരൻ കിടന്നുറങ്ങിയേക്കുന്നത്. ആളിരിക്കണം സൈലന്റ് പ്ലേസ്. ആളിരിക്കണം സൈലന്റ് പ്ലേസ്. സഞ്ജു ഹായ്. എന്റെ ഭാഗത്ത് നിന്നൊരു തെറ്റാണല്ലോ. സ്ക്രിപ്റ്റിൽ ചെറിയൊരു തിരുത്ത് വരുത്തിയാലോ? എന്ത്? ഈ ചണച്ചാക്കി കിടന്നത് മുതലാളിയുടെ പപ്പയാണെന്ന് പറഞ്ഞാലോ? പരനാറി. എന്റെ പപ്പ ഈ തങ്കമ്മ കേട്ടിട്ടുണ്ടാ? എന്താണ് അതിന്റെ ആവശ്യം? ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നടക്കുമെങ്കിൽ നടക്കട്ടെ. മുതലാളി, ചണച്ചാക്കിൽ നീയും തങ്കമ്മേനെ കിടന്നെന്ന് പറഞ്ഞാലേ അത് ശരിയാവില്ല മുതലാളി. എന്ത്? എനിക്ക് നിലത്ത് കിടന്ന് കഴിഞ്ഞാൽ നടുവേദന എടുക്കും. ഒരു കാര്യം ചെയ്തല്ല, ആ റൂം തരുവായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ വേണമെങ്കിൽ അവിടെ പോയി കിടക്കായിരുന്നു. ഞാൻ കവിത ലോഡ്ജ് നടത്തുമല്ല. പോയി ചെന്ന് പറയണേ എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം. എന്തോ നാണക്കേട്. ഈ മുതലാളി കാണിച്ച വേറെ വൃത്തിയാണ്. എനിക്ക് കുടുംബത്തിന് കല്യാണം വേണ്ട. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ആ പെൺകൊച്ചിനെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് റെഡിയാക്കാം. നിങ്ങൾ ചുമ്മാ അങ്ങനെ ഇല്ലാതൊന്നും പറയണ്ട. ഒരു കാര്യം ചെയ്യും, മുതലാളി എടുക്കൽ എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്ന് പറ, മുതലാളി തരും. എന്റെ മുതലാളി എന്ന് പറഞ്ഞാൽ വെറും പാവമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 5 കോടി രൂപ വില വരുന്ന വേറാറി കാർ വേണം. ഫെരാരി കാർ എന്നാണോ? അതാണ് കറക്റ്റ്. മുതലാളി, അവൻ കല്യാണത്തിന് സംഭവിച്ചിട്ടുണ്ട്. ആണല്ലേ? 5 കോടി രൂപ വില വരുന്ന ഒരു ഫെരാരി കാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. 5 രൂപ ചണച്ചാക്കാണ് നിന്റെ വായിന്ന് നേരത്തെ പോയത്. അതിന് ഞാൻ വില കൊടുക്കേണ്ടി വന്നത് എന്താണെന്നറിയാം? 5 കോടി രൂപയുടെ ഫെറാറി കാർ. ഇതിന് നീ മറുപടി പറയണം. ഇതിന് എല്ലാത്തിനും ഫെറാറി കാർ ഓക്കെ. അപ്പൊ ഓക്കെ ആണല്ലോ. കല്യാണത്തിന് ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വാ. നമുക്ക് അവിടെ ചെന്നിട്ട് പെണ്ണിനെ കണ്ട് കാര്യങ്ങളൊക്കെ കല്യാണം. അമ്മച്ച് ഒരു കല്യാണം നടത്തണമെങ്കിൽ എന്തോരം പാടാണ്. സഞ്ജു സാംസൺ, എന്തുകൊണ്ട് വിശേഷം? കഴിഞ്ഞ കളി കിണ്ണം കാച്ചി കളിയായിരുന്നു കേട്ടോ. എന്തോ അടിയാ അടിച്ച് പറപ്പിച്ചത്. തിളക്കമുള്ള ഷൂ അടിച്ച പണക്കാർക്ക് ഇതാ ഗുണം. കുടി പോതാൻ കണ്ണാടി വേണ്ട. മുതലാളി എന്തോ ഓൾറെഡിക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണല്ലോ. പിന്നെ അവനുണ്ടല്ലോ ഫെറി, അവനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ്? നമ്മുടെ യൂസഫ് അലി സാറുണ്ടല്ലോ, നേരെ ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നു. ഹായ് മിസ്റ്റർ ആസിഫ് അലി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെന്ന് ഒരു ഒറ്റ കെട്ടിപ്പിടുത്ത പുള്ളിയും മറിച്ച് താഴ്ത്തിട്ട് അവിടെ ഒരു പ്രശ്നമായിട്ടിരിക്കുവാണ്. പിന്നെ അല്ലാതെ മറ്റേ നമ്മുടെ ഈ ഒരു ബർഗർ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ, ദക്ഷിണാഫ്രിക്ക ബൗളർ ആ പുള്ളിക്കാരൻ ഇപ്പൊ രാജസ്ഥാൻ റോയൽസിൽ കളിച്ചോണ്ടിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പുള്ളിക്കാരൻ അപ്പുറത്തെ റൂമിൽ കൊണ്ടിരുന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഓക്കെ. എന്നിട്ട് ഇവനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞേ അപ്പുറത്തെ റൂമിൽ ബർഗർ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിച്ചെന്ന് ബർഗറിന്റെ തലയെ പിടിച്ചൊരു ഒറ്റ കടിയായിരുന്നു. ടോണി, ഇനി ഒന്നും നോക്കണ്ട, കല്യാണം ക്യാൻസൽ. അയ്യോ, അങ്ങനെ പറയരുത് മുതലാളി. കല്യാണം ക്യാൻസൽ ചെയ്യരുത്. എന്തോരം വലിയ VIP-കളാണ് വന്നിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ നിൽക്കാൻ നിർത്തി കല്യാണം ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ആ ചെറുക്കം പൊക്കോട്ടെ, നമുക്ക് നല്ലൊരു ചെറുക്കനെ മോക്ക് വേണ്ടി കണ്ടെത്താം. എന്തായാലും നമുക്ക് കല്യാണം നടത്തട്ടെ. ഒരു കാര്യം ചെയ്താലോ, മുതലാളിയുടെ ഭാര്യ എന്തായാലും മരിച്ചില്ലേ, ആ ചടച്ചാക്കും തങ്കമ്മയും ഫ്രീ ആണ്. എന്നാ പിന്നെ മുതലാളിക്ക് ആ കല്യാണം ഒന്ന് കഴിച്ചൂടെ?
ടോണി എന്തോ you are suspended. This way, very different than the celebrities of Sanju Samson. This is, he wants on hero Ambani. Perla, this man is gone. Man is scared. Ready. എനിക്കൊന്നും മനസ്സിലായില്ല. ഈ സ്കിറ്റിന്റെ സെക്കൻഡ് ഭാഗം ഉണ്ട്, അതിൽ മനസ്സിലാവും.